എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പേപ്പർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഡിവിഷണൽ അക്കൗണ്ട് എന്നുള്ള തസ്തികയിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ മാത്സ് പാർട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ ഇത് +2 ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും അല്ലെങ്കിൽ ഡിഗ്രി ബേസ്ഡ് ഉള്ള എല്ലാ എക്സാമുകൾക്കും ഒക്കെ ഉപകാരപ്രദമാണ്. HSAക്കും ഇത് ഉപകാരപ്രദമാണ്. അപ്പോൾ നോക്കി പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 8, 9, 12, 15 ലീവ്സ് റിമൈൻഡർ ആസ് 1 ഇൻ ഈച്ച് കേസ്? ഇതിൽ എന്താ ചെയ്യേണ്ടത്? അതായത് റിമൈൻഡർ 1 വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിഷ്ടം 1 വരണം. നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടം 1 വരണം. ഒരു നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. ആ നമ്പർ അത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരണം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരണം, 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരണം, 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അത് കാണുക? അപ്പൊ അതിന് നമ്മൾ എന്ത് കാണണം? ലസാഗു കാണണം, അതായത് LCM കാണണം. LCM കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഇതിനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? 2 ക്യൂബ് എന്ന് എഴുതാം അല്ലെ? 8നെ 3, ഇതിനെ എന്താ എഴുതാം? 3 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഇതിനെ എന്താ എഴുതാം? 2 സ്ക്വയർ ഇൻറ്റു 3 എന്ന് എഴുതിക്കൂടെ? ഇതിനെ എന്താ എഴുതുക? 3 ഇൻറ്റു 5 എന്ന് എഴുതാം. അപ്പൊ ഇനി LCM എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കുക? നമ്മൾ ഹയസ്റ്റ് പവർ ആണ് എടുക്കേണ്ടത്. 2ലുള്ള ഹയസ്റ്റ് പവർ. ഇവിടെ 2 സ്ക്വയർ ഉണ്ട്, ഇവിടെ 2 ക്യൂബ് ഉണ്ട്. അപ്പൊ നമ്മൾ ഹയസ്റ്റ് ആയിട്ടുള്ളതാണ് എടുക്കേണ്ടത്. അപ്പൊ 2 ക്യൂബ് ഇൻറ്റു 3ലുള്ള ഹയസ്റ്റ് പവർ നോക്കൂ. ഇവിടെ 3 ഒന്നുണ്ട്, ഇവിടെ 3 ഒന്നുണ്ട്, പക്ഷെ ഇവിടെ 3 സ്ക്വയർ ഉണ്ട്. അപ്പൊ ആ 3 സ്ക്വയർ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി 5ല് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അപ്പൊ 5ഉം എഴുതുക. അപ്പൊ ഇതെല്ലാം കൂടി ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? LCM കിട്ടും. അപ്പോൾ LCM എന്ന് പറയുന്നത് ഇതിന്റെ എന്താണ്? 8 ഇൻറ്റു 9 ഇൻറ്റു 5. 8 ഇൻറ്റു 5 40 അല്ലേ? 40 ഇൻറ്റു 9 എന്ന് പറയുന്നത് എന്താണ്? 360 ആണ്. 360. ഇനി ഇതിനോട് കൂടി ഒന്ന് കൂട്ടിയാൽ നമുക്ക് ആ നമ്പർ കിട്ടും. അതായത് 361 എന്നുള്ള നമ്പറാണ്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടോ വെച്ചെങ്കിൽ നോക്കി നോക്കൂ. 361നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ശിഷ്ടം 1 കിട്ടും. 361നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 1 കിട്ടും. അങ്ങനെ എല്ലാത്തിനെയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് ശിഷ്ടം 1 കിട്ടുക. 361 എന്നുള്ള നമ്പറിനെ ഇതുകൊണ്ടെല്ലാം ഡിവൈഡ് ചെയ്താൽ നമുക്ക് ശിഷ്ടം എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് 3240, അതായത് 3240. ഇത് എങ്ങനെയാണ് കാണുക? സം ഓഫ് ദ ഫാക്ടേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക ആദ്യം. നമുക്ക് അറിയാം 18 ഇൻറ്റു 18 ആണ് 324 എന്നുള്ളത് അറിയാം എന്ന് വിചാരിക്കണു. ഇല്ലെങ്കിൽ നിങ്ങൾ ശരിക്ക് ഫാക്ടറൈസ് ചെയ്യുക. 324 2 അങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക. 18 ഇൻറ്റു 8 എനിക്കിത് അറിയണോണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. 18 ഇൻറ്റു 18 ഇൻറ്റു 10 ആണ്. അപ്പൊ 18നെ നമുക്ക് എന്ത് എഴുതാം? അതായത് 2 ഇൻറ്റു 9 അല്ലേ 18. അപ്പൊ 2 ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഇനി അടുത്തതിനും 2 ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അടുത്തതിനെ നമുക്ക് എന്താ എഴുതാം? 2 ഇൻറ്റു 5 എന്ന് എഴുതാം. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് കിട്ടി. എങ്ങനെയാണ്? 2 എത്ര എണ്ണം ഉണ്ട് നോക്കൂ? 2 3 എണ്ണം. അപ്പൊ 2 3 ഇൻറ്റു 3 എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ 4 ഇൻറ്റു 5. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ഏത്? 3 2 4 0 എന്നുള്ളതിന്റെ. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സം ഓഫ് ദ ഫാക്ടേഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെയാണ്? അതിനൊരു വാക്യമുണ്ട്. എന്താണ്? 1 മൈനസ് P1 raised to N1 plus 1 by 1 minus P1 into 1 minus P2 raised to N2 plus 1 by 1 minus P2 ഇൻറ്റു എത്ര ഫാക്ടർ ഉണ്ട് നോക്കുക? 3 ഫാക്ടർ ആണ്. അപ്പൊ 3 ടേം ആണ് നമുക്ക് എഴുതേണ്ടത്. P3 raised to N3 plus 1 by 1 minus P3. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? P1ന് പകരം പ്രൈം, ആദ്യത്തെ പ്രൈം എന്താണ്? 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് 2 raised to, ഇവിടെ എത്രയാണ് ഉള്ളത്? N1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3 plus 1 എന്താണ്? 4.
ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ഇൻറ്റു 1 മൈനസ് P2 പകരം എന്താണ് എഴുതേണ്ടത്? 3 ആണ് എഴുതേണ്ടത്. 3 റേസ് ടു എത്രയാണ് ഇവിടെയുള്ളത്? 4 ആണ്. അപ്പൊ 4 പ്ലസ് 1 അതായത് 5 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ഇൻറ്റു 1 മൈനസ് അടുത്ത പ്രൈം ഏതാണ്? 5. 5 റേസ് ടു ഒന്നേ ഉള്ളൂ. അപ്പൊ n3 പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ് വരിക? 2 ആണ് വരിക. ഡിവൈഡഡ് ബൈ 1 മൈനസ് 5. അപ്പൊ നമുക്ക് ഇത് ചെയ്യാം. എങ്ങനെയാണ് ആൻസർ കിട്ടാൻ നോക്കാം. 1 മൈനസ് 2 റേസ് ടു 4. 2 റേസ് ടു 4 എന്താണ്? 2 4, 4 2 8, 2 16, 16 2 32 അല്ലേ? 2 4, 4 2 8, 2 16 വരുള്ളൂ. 16. അപ്പൊ 1 മൈനസ് 16 ബൈ 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -1. അപ്പൊ -15 മൈനസ് 1 എന്ന് വരും. അതായത് 15 അല്ലെ? 15 എന്ന് വരും. ഇനി ഇവിടെ എന്താണ് വരിക നോക്കൂ. 3 റേസ് ടു 5. 3 9, 9 3 27, 27 3 81, 81 3 എന്താണ് വരിക? 81 3 അതായത് 3 3 24, 243 അല്ലേ? 1 മൈനസ് 243 ബൈ 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -2. അതായത് ഇവിടെ എന്ത് വരും? -242 ബൈ -2. അത് എത്രയാണ്? 121 അല്ലേ? മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് വരുമ്പോ പ്ലസ് വരില്ലേ? ഇനി അടുത്തത് നോക്കാം. 1 മൈനസ് 5 സ്ക്വയർ അത് എത്രയാണ്? 1 മൈനസ് 25 ഡിവൈഡഡ് ബൈ 1 മൈനസ് 5 എന്ന് പറഞ്ഞാൽ -4. അപ്പൊ എന്ത് വരും? -24 ബൈ -4 അത് എത്രയാണ്? 6. അപ്പൊ ഇതെല്ലാം കൂടി ഗുണിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഗുണിക്കാൻ എളുപ്പത്തിന് ഞാൻ എന്ത് ചെയ്തു? 15 × 6 ആദ്യം ചെയ്തു. 6 5 30, 3 1 6 6 3 9, 90 × 121 ചെയ്യാം. അപ്പൊ എത്രയാണ് കിട്ടുക? 9 9 20 18, 9 20 18 1 ബാക്കിയുണ്ട്. 9 9 9 1 10. അപ്പൊ ഏതാണ് ആൻസർ നോക്കൂ? 10 890. അതായത് എ എന്നുള്ളതാണ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താ ചെയ്തേ? പ്രൈം ഫാക്ടറൈസേഷൻ ആദ്യം ചെയ്തു, എന്നിട്ട് ഇതില് അപ്ലൈ ചെയ്തു ഈ ഒരു ഇക്വേഷനിൽ. അപ്പൊ ഇനി നമുക്ക് 3 പ്രൈം അല്ല ഉള്ളതെങ്കിൽ നമുക്ക് അടുത്തതും കൂടി എഴുതണം. ഇൻറ്റു 1 മൈനസ് P4 റേസ് ടു n4 പ്ലസ് 1 ബൈ 1 മൈനസ് P4 എന്ന് എഴുതണം. അപ്പൊ എത്ര എണ്ണാണ്, എത്ര പ്രൈംസ് ആണ് നമ്മളുടെ ഉള്ളത്, അതിനനുസരിച്ചാണ് നമ്മൾ ഇക്വേഷൻ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The graph of the polynomial intersect the y-axis at one point and the x-axis at 2 points. The number of zeros of this polynomial are. എങ്ങനെയാണ് നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കുക? അതായത് സീറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ആണ്, എക്സിന്റെ വാല്യൂ ആണ് അല്ലെ? ആ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഗ്രാഫിന്ന് എങ്ങനെയാന്ന് വിചാരിച്ചാൽ, ഗ്രാഫിലെ എക്സ് ആക്സിസിലെ എത്ര പോയിന്റിലാണ് അത് ഇന്റർസെക്ട് ചെയ്യാന്ന് നോക്കിയിട്ടാണ്. എക്സ് ആക്സിസിൽ എത്ര പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യണോ അത്രയും സീറോസ് ആ ഇക്വേഷൻ ഉണ്ടാവും, ആ പോളിനോമിയലിന് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ? എക്സ് ആക്സിസിൽ 2 പോയിന്റ്സിലാണ് പറഞ്ഞിരിക്കണേ. അപ്പൊ എത്ര സീറോസ് ഉണ്ടാവും? 2 സീറോസ് ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the sum of the zeros of the quadratic polynomial 3x square minus kx plus 6 is 3, then the value of k is. നമുക്ക് അറിയാം ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഇങ്ങനെയുള്ള ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈക്വൽ ടു 0 അല്ല, ax² പ്ലസ് bx പ്ലസ് c എന്നുള്ള ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ ഇതിന്റെ ആൽഫയും ബീറ്റയുമാണ് റൂട്ട്സ് എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഇതിന്ന് എങ്ങനെയാ എഴുതുക? -b/a ആണെന്ന് അറിയാം. ആൽഫ ബീറ്റ അതായത് റൂട്ട്സിന്റെ എന്താണ് പ്രോഡക്റ്റ്,
അതായത് റൂട്ട്സ് തമ്മിൽ ഗുണിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എഴുതുക? സി ബൈ എ എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ. ഇവിടെ മൈനസ് ബി എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ പ്ലസ് മൈനസ് കെ എക്സ് ആണ് അല്ലെ. അപ്പൊ മൈനസ് ബി എന്ന് പറയുന്നത് എന്ത് വരും? കെ എന്ന് വരും അല്ലെ. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് വരും, അപ്പൊ കെ ആയിട്ട് വരും. കെ ബൈ എ ആണ് ആൽഫ പ്ലസ് ബീറ്റ അല്ലെ. ഇനി അവര് പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ദ സീറോസ് 3 ആണെന്ന്. അപ്പൊ കെ ബൈ എ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ അല്ലേ. അത് എന്ന് പറയുന്നത് എന്താന്ന് തന്നിട്ടുണ്ട്? 3 ആന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? 3 ആണ് ഉള്ളത്. അപ്പൊ കെ ബൈ 3 ഈക്വൽ ടു 3 എന്ന് കിട്ടിയോ? അപ്പൊ കെ ഈക്വൽ ടു എന്ത് വരും? 3 ഇൻറ്റു 3, അതായത് 9. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഇക്വേഷൻ പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ, ആൽഫയും ബീറ്റയും സീറോസ് ആണെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ എന്നാണ് എഴുതുക. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഈ ഒരു പോളിനോമിയലിലെ മൈനസ് ബി ബൈ എ ഞാൻ എഴുതി, അതായത് കെ ബൈ 3 ആണെന്ന്. ഈക്വൽ ടു എന്താന്ന് തന്നിട്ടുണ്ട്? 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ കെ ഈക്വൽ ടു 3 ഇൻറ്റു 3 9 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha and beta are the roots of the quadratic equation x square minus x minus 1 equal to 0, then the equation whose roots are alpha by beta and beta by alpha is. ഈ ഇക്വേഷൻ എന്ത് ഫോമിലാണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിൽ എഴുതിയ ഇവിടുന്ന് നമുക്ക് എ എന്തെന്ന് വരും? 1 എന്ന് വരും. ബി എന്തെന്ന് വരും? -1 എന്ന് വരും. സി എന്ത് വരും? -1 എന്ന് വരും. അപ്പൊ നമുക്ക് അറിയാം ആൽഫയും ബീറ്റയുമാണ് ഇതിന്റെ റൂട്ട്സ് എങ്കിൽ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എന്ത് വരും? മൈനസ് ബി ബൈ എ എന്നുള്ളത് വരും. മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്ത് വരും? 1/1 അല്ലെ. 1/1, അതായത് 1. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്ത് വരും നോക്കൂ? ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സി ബൈ എ, അതായത് -1/1, അതായത് -1. ഇനി നമുക്ക് എന്താണ് നമുക്ക് ഇക്വേഷൻ കണ്ടെത്തേണ്ടത് ഇങ്ങനെയുള്ള റൂട്ട്സിനാണ്. അപ്പൊ ഇങ്ങനെയുള്ള റൂട്ട്സ് ആവുമ്പോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് ഓഫ്, ഇക്വേഷൻ എഴുതാനുള്ള വാക്യം എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷെ ഈ ആൽഫയുടെയും ബീറ്റയുടെയും സ്ഥാനത്ത് നമുക്ക് എന്താണ് തന്നിരിക്കണേ? ആൽഫ ബൈ ബീറ്റ, ബീറ്റ ബൈ ആൽഫ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദ റൂട്ട്സ് എങ്ങനെ എഴുതാം? ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ. ഇതെന്ത് വരും? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ ആൽഫ ബീറ്റ അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ -2 ആൽഫ ബീറ്റ ഡിവൈഡഡ് ബൈ ഈ ആൽഫ ബീറ്റ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് തന്നുണ്ട് അല്ലെ. ഏതാണ്? 1 ആണെന്ന് തന്നുണ്ട്. അപ്പൊ 1 മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക നോക്കൂ? -2 ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ ബീറ്റ അല്ലെ. ആൽഫ ബീറ്റ അത് എത്രയാണ്? -1. അപ്പൊ ഇവിടെ എന്താ വരിക? 1 + 2 3 -1. അപ്പൊ എന്താണ്? -3 ആണ് ആൻസർ വരിക. അപ്പൊ എക്സ് സ്ക്വയർ -3x അല്ലെ പ്ലസ് ആൽഫ ബീറ്റ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിന്റെ ആൽഫ ബീറ്റ കണ്ടുപിടിക്കണം അല്ലെ. ആൽഫ ബൈ ബീറ്റ ഇൻറ്റു ബീറ്റ ബൈ ആൽഫ. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോവില്ലേ. അപ്പൊ നമുക്ക് എന്ത് വരും? 1 എന്ന് വരും. അപ്പൊ +1 = 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എങ്ങനെയാ ഞാൻ ചെയ്തത്? ഇതിന്ന് നമ്മൾ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും കണ്ടുപിടിച്ചു. പിന്നെ എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള റൂട്ട്സ് ഉള്ള ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഇക്വേഷൻ കാണാനുള്ള വാക്യം എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്.
അപ്പൊ ഈ കേസിൽ എന്താണ് സം ഓഫ് ദ റൂട്ട്സ് ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫയാണ്. അത് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? -3 കിട്ടിയത്. അപ്പൊ x² -3x പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞത് ഇതിൽ കൊടുക്കും. ആൽഫ ബൈ ബീറ്റ ഇൻറ്റു ബീറ്റ ബൈ ആൽഫ വരുമ്പോ ഈ പ്രോഡക്റ്റ് എന്ത് വരും? 1 വരും. അപ്പൊ +1 = 0 എന്ന് കിട്ടി. ഇതെല്ലാം നമുക്ക് 10th ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ 10th ബുക്ക് നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ആൻസർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നാച്ചർ ഓഫ് ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x+12 ഇൻറ്റു x+6 = 4² സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ്. എങ്ങനെയാണ്? ഇതിനെ ഞാൻ ക്വാഡ്രാറ്റിക് ഫോർമുല ആക്കാണ്. അപ്പൊ എന്ത് വരും? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² പ്ലസ് 6x പ്ലസ് 12x പ്ലസ് 72 മൈനസ് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -16 = 0 എന്ന് വന്നില്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? x² പ്ലസ് 18x പ്ലസ് എത്രയാണ് വരിക? 56 അല്ലേ? = 0. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ എക്സ് കണ്ടുപിടിക്കുക? -b ± √b² - 4ac/2a. ഇതാണ് അതിന്റെ വാക്യം. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും നോക്കൂ. x = -b ± √b² - 4ac/2a അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? -18. ബിയുടെ സ്ഥാനത്ത് ഇവിടെ -18 അല്ലേ? ax² പ്ലസ് bx പ്ലസ് c എന്നുള്ള ഫോർമുല ആണ് ഇത്. അപ്പൊ ബിക്ക് പകരം ഇവിടെ എന്താണ്? 18 ആണ്. അപ്പൊ -b എന്ന് പറയുമ്പോൾ -18 ± √b². 18ന്റെ സ്ക്വയർ എത്രയാണ്? 324 ആണ്. 324 - 4 ഇൻറ്റു a എത്രയാണ്? 1 ആണ്. c എത്രയാണ്? 56 ആണ്. അപ്പൊ നമുക്ക് എന്ത് വന്നു? 324 മൈനസ് 64 24 2 4 5 20 2 22. അപ്പൊ എന്ത് വരും? 324 മൈനസ് 224 എന്ന് പറഞ്ഞാൽ 100 ആണ് അല്ലേ? അപ്പൊ √100/2a എന്ന് പറഞ്ഞാൽ 2 തന്നെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? -18 ± √100 എത്ര വരും? 10 വരും /2. അപ്പൊ ഇത് നോക്കൂ, ഇതില് രണ്ട് റൂട്ടും എന്താണ് വരിക? റാഷണൽ ആണ് വരിക അല്ലെ? പിന്നെ എന്താണ്? നെഗറ്റീവും ആണ് റാഷണലുമാണ് അല്ലെ? അപ്പൊ ഏതാണ് ഓപ്ഷൻ? നോക്കൂ, ബി എന്നുള്ളതാണ് ഓപ്ഷൻ. ബോത്ത് റൂട്ട്സ് ആർ നെഗറ്റീവ് ആൻഡ് റാഷണൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇതിന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഏതാണ്? -8/2 ഒരെണ്ണം വരും. പിന്നെ ഒരെണ്ണം -28/2 വരും. -14 വരും. -14ഉം -4ഉം അങ്ങനെയാണ് ആൻസർ വരിക. അപ്പൊ ഇത് നോക്കിയിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിയാൽ തന്നെ നമുക്ക് അറിയാം നെഗറ്റീവ് ആണ് രണ്ടും വരിക എന്നുള്ളത്. അപ്പൊ ബോത്ത് റൂട്ട്സ് ആർ നെഗറ്റീവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് റാഷണലും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ ഇക്വേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് by the same non-zero number on both sides, the solution of the equation എന്താണ് വരിക? അതായത് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ആ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് അതിന്റെ സീറോസ് എന്ന് പറയുന്നത് ഏത് തന്നെ വരും? സൊല്യൂഷൻ എന്ന് പറയുന്നത് സെയിം ആയിട്ട് വരും. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The cost of 2 tables and 4 chairs is ₹16,000, while the cost of 1 table is equal to the cost of 6 chairs. Find the cost of 9 chairs. ഞാൻ ടേബിളിന്റെ എക്സ് ആണെന്ന് വിചാരിച്ചു. ടേബിളിന്റെ കോസ്റ്റ് എക്സ് ആണെന്ന് വിചാരിച്ചു. ചെയറിന്റെ വൈ ആണെന്നും വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞേക്കണേ? 2 ടേബിള് അതായത് 2x പ്ലസ് 4 ചെയർ 4y ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞു? 16,000 ആണെന്ന് പറഞ്ഞു. ഇനി എന്താ പറഞ്ഞേക്കണേ? കോസ്റ്റ് ഓഫ് 1 ടേബിൾ അതായത് എക്സ് എന്ന് പറയുന്നത്
കോസ്റ്റ് ഓഫ് 6 ചെയേഴ്സിന് തുല്യമാണ്. അതായത് എക്സ് ഈക്വൽ ടു 6y. ഈ എക്സ് ഈക്വൽ ടു 6y എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്താൽ എന്ത് വരും? 2 ഇൻറ്റു 6y പ്ലസ് 4y ഈക്വൽ ടു 16,000 എന്ന് വന്നില്ലേ? അപ്പൊ നമുക്ക് എന്ത് വന്നു? 12y പ്ലസ് 4y എന്ന് പറഞ്ഞാൽ 16y ഈക്വൽ ടു 16,000 എന്ന് വന്നില്ലേ? അപ്പൊ y എന്ത് വരും? 16,000 ഡിവൈഡഡ് ബൈ 16 എന്ന് വന്നില്ലേ? അത് എത്രയാണ്? 1000 ആണെന്ന് വന്നില്ലേ? അപ്പൊ എന്താണ്? ഒരു ചെയറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1000 ആണ്. അപ്പൊ അവര് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് 9 ചെയേഴ്സ്. അപ്പൊ 9 ഇൻറ്റു 1000 അല്ലേ? അപ്പൊ അതെന്താണ്? 9000. ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 into 3 into 7 is the prime factorization of a particular number. Which among the following is the square of that number? എങ്ങനെയാണ് കാണുക? അതായത് അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം വെച്ചെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്ക്വയറിൽ എന്തൊക്കെ ഉണ്ടാവും? ഇതിന്റെ തന്നെ സ്ക്വയർ ആയിരിക്കും അല്ലെ? 3 6 6 7 42. അപ്പൊ 42ന്റെ സ്ക്വയർ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇതിനെ ഞാൻ 40 പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് 1600 വരും. പിന്നെ 2ab എന്നുള്ളത് എന്ത് വരും? 160 വരില്ലേ? 24 8 2 16 160 പ്ലസ് 2 സ്ക്വയർ എന്ത് വരും? 4 എന്ന് വരും. അപ്പൊ എന്ത് വരും? 1764 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനല്ല എളുപ്പമെങ്കിൽ നിങ്ങൾ 42 ഇൻറ്റു 42 ചെയ്താൽ മതി. അതായാലും നമുക്ക് ഈ ആൻസർ തന്നെയാണ് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What should come in the place of question mark? 90 divided by question mark equal to root of 64 divided by 729 whole raised to minus 1/3. ഈ റൂട്ട് ഓഫ് 64 എന്ന് പറയുന്നത് എനിക്കറിയാം 4 ക്യൂബ് ആണെന്ന്. 4 16 16 4 64 അല്ലെ? 4 ക്യൂബ് ആണ്. ഇനി ഈ 729 എന്ന് പറയുന്നതിനെ ഞാൻ എന്ത് എഴുതി? 9 ക്യൂബ് ആണ് 729. 9 സ്ക്വയർ 81 ആണ്. അപ്പോൾ ക്യൂബ് ആവുമ്പോൾ 729 വരും. ഇനി റൂട്ടിനെ ഞാൻ എങ്ങനെ എഴുതി? ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതി. ഇനി ഇവിടെ എന്തുണ്ട്? റേസ് ടു മൈനസ് 1/3 കൂടി ഉണ്ട് അല്ലെ? മൈനസ് 1/3. ഇത് എന്ത് ഫോമിലാണ്? എ റേസ് ടു മൈനസ് 1നെ നമുക്ക് എന്ത് എഴുതാം? 1/a എന്ന് എഴുതാം അല്ലെ? അപ്പൊ ഞാൻ ഇത് എഴുതുമ്പോ ഇത് തിരിഞ്ഞു വരും അല്ലെ? ഇത് മൈനസ് ഉള്ളത് പ്ലസ് ആക്കുമ്പോ നമുക്ക് എന്ത് വരും? 9 ക്യൂബ് ബൈ 4 ക്യൂബ് ഹോൾ റേസ് ടു 1/2 ഹോൾ റേസ് ടു 1/3 ഇങ്ങനെ വരും. കാരണം എന്താണ്? ഈ നെഗറ്റീവ് ഞാൻ മാറ്റാൻ വേണ്ടി ഞാൻ ഇതിനെ എന്താ ചെയ്തു? റെസിപ്രോക്കൽ ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇത് എന്ത് ഫോമാണ്? എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്നുള്ള ഫോം അല്ലേ? അപ്പൊ നമുക്ക് എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? 9 റേസ് ടു 3 ഇൻറ്റു 1/2 ഇൻറ്റു 1/3 എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഈ 3 ക്യാൻസൽ ചെയ്തില്ലേ? അപ്പൊ 9 റേസ് ടു 1/2 ആണ് ഇവിടെ കിട്ടണത്. അടുത്തത് താഴെ എന്ത് വരും? 4 ക്യൂബ് ഇൻറ്റു 1/2 ഇൻറ്റു 1/3 അല്ലേ? അപ്പൊ ഏത് വരും? 1/2. 4 റേസ് ടു 1/2 വരും. അപ്പൊ നമുക്ക് എന്ത് വന്നു? 9/4 റേസ് ടു 1/2. അതായത് ഇതിന്റെ രണ്ടിന്റെ റൂട്ട് ആണ് അത് അല്ലെ? റേസ് ടു 1/2 എന്ന് പറയുന്നത് റൂട്ട് അല്ലേ? റൂട്ട് 9/4. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3/2 ആണെന്ന് പറയാം അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 90 ഡിവൈഡഡ് ബൈ അവര് തന്നിട്ടുണ്ട് 90 ഡിവൈഡഡ് ബൈ ഇതിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു. അപ്പൊ 90 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു ഇതാണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഇത് നമുക്ക് എന്ത് കിട്ടി? 3/2 എന്ന് കിട്ടി. അപ്പൊ എക്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കൂ? എക്സ് ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്താവും? 90 ഇൻറ്റു 2 പിന്നെ ഇതിനെ താഴേക്ക് വരും അല്ലെ? ബൈ 3. അത് എത്രയാണ്? 30 ഇൻറ്റു 2 വരില്ലേ? അത് എത്രയാണ്? 60. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.
Thank you for watching.